അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളെ, നമ്മൾ അറബി ഭാഷയുടെ ഓപ്ഷണൽ അറബിക് എന്ന +2 രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് അന ലുഖത്തുല്ലാദി, ഞാൻ ലോദിൻ്റെ ഭാഷയാണ്. ഇവിടെ പ്രത്യേകമായി ലോദിൻ്റെ ഭാഷ എന്ന് പറയാൻ കാരണം ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, 10,000-കണക്കിന് ഭാഷകളുണ്ടെങ്കിൽ പോലും ലോദ് എന്നുള്ള പ്രത്യേകമായ അക്ഷരം അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ. ഈ ലോദിൻ്റെ മഖ്റജ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ലോദിൽ നിന്ന് മഖ്റജ് ഒരുപാട് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് മറ്റൊരു ഭാഷയിലും ഉപയോഗിക്കാത്ത അക്ഷരം കൂടിയാണ് ലോദ് എന്നുള്ളത്. അതിനാലാണ് അന ലുഖത്തുല്ലാദി, ഞാൻ ലോദിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അറബി ഭാഷയുടെ പ്രത്യേകത. ഇനി ഇത് എഴുതിയ ആൾ ദക്തൂർ സുമാമ ഫൈസൽ ബിൻ അബിൽ മക്കാരിം. ഇദ്ദേഹം ഒരു അറബി കവിയാണ്. അദ്ദേഹത്തിന് അതിനപ്പുറത്ത് അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ആന്ധ്രാപ്രദേശിൽ ജീവിക്കുന്ന ഈ ഒരു കവി നമുക്ക് അഭിമാനം കൂടിയാണ്. ഈ ലോദ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ലോദ് എന്നുള്ള വാക്ക് കൊണ്ടാണ് അറബി ഭാഷയാണെന്നുള്ള രീതിയിൽ ഈ ഭാഷ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ലോദ് ലുഖത്തുല്ലാദി എന്ന് പറഞ്ഞാൽ തന്നെ അറബി ഭാഷ എന്ന് നാം മനസ്സിലാക്കണം. അന ലുഖത്തുല്ലാദി, ഞാൻ ലോദിൻ്റെ ഭാഷയാണ്. ഞാൻ ഒൻവാനുൽ ഇസ്സി വൽ അംജാദ്. ഒൻവാൻ എന്ന് പറഞ്ഞാൽ തലക്കെട്ട്, ഹെഡ്ലൈൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അഡ്രസ്സ് എന്നൊക്കെ പറയും. നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് തലക്കെട്ട് കൂടി ആയിട്ടാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അന ഒൻവാനുൽ ഇസ്സി, ഞാൻ അഭിമാനത്തിൻ്റെ തലക്കെട്ടാണ്. വൽ അംജാദി, മഹത്വത്തിൻ്റെയും, ഞാൻ മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഹെഡ്ലൈനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അറബി ഭാഷ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ബി, എന്നെ കൊണ്ടാണ് കല്ലമ റഹ്മാനു, അള്ളാഹു സംസാരിച്ചത്. വബി, എന്നെ കൊണ്ടുമാണ് ഉൻസിലൽ ഖുർആൻ ഇറക്കപ്പെട്ടതും. കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, റഹ്മാൻ അള്ളാഹു. വബി, എന്നെ കൊണ്ടുമാണ് ഉൻസില ഇറക്കപ്പെട്ടത്, അൽ ഖുർആനിനെ ഇറക്കപ്പെട്ടതും എന്നെ കൊണ്ടാണ്. ബി, എന്നെ കൊണ്ട് ജാഅത്തി ശരീഅത്ത് വന്നതും എന്നെ കൊണ്ടാണ്. അസംഹാ, ശ്രേഷ്ഠമാക്കപ്പെട്ട. അപ്പോൾ ശ്രേഷ്ഠമായ ശരീഅത്ത്, അള്ളാഹു തആല ഇറക്കിയ നിയമസംഹിതകളെല്ലാം ഇറക്കപ്പെട്ടത് അറബി ഭാഷയിലൂടെയാണ്. ബി, എന്നെ കൊണ്ടാണ് ലഹറത്തിൽ മഹജ്ജത്തു വൽ ബൈളാഉ. ബി, എന്നെ കൊണ്ട് ലഹറത്ത് പ്രകടമായി, അൽ മഹജ്ജത്തുൽ ബൈളാ എന്ന് പറഞ്ഞാൽ മഹത്തരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അൽ മഹജ്ജത്തുൽ ബൈളാ എന്ന് പറഞ്ഞാൽ മഹത്തരമായ വസ്തുക്കൾ ഉൾക്കൊള്ളുക. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാ കുറ്റമറ്റമായ രീതിയിൽ, പ്രകടമായ രീതിയിൽ എന്നിലേക്ക് ഇറക്കിയ ഭാഷ, അതും അറബിയുടെ പ്രത്യേകതയാണ്. ഏറ്റവും നല്ല ഭംഗിയുള്ള ഭാഷയാണ് അറബി ഭാഷ. ബി, എന്നെ കൊണ്ടാണ് കല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഭാഷയും എന്നെ കൊണ്ടാണ്. ബി ജവാമിഉൽ കലിമി, എല്ലാ സംസാരത്തിലും എന്നെ ഉപയോഗിക്കാനുള്ള കാരണം എനിക്ക് മഹത്വമുള്ളത് കൊണ്ടാണ്. ബി, എന്നെ കൊണ്ട് നമ്പറ ദുന്യ, ഈ ദുന്യാവിനെ പ്രകാശപൂരിതമാക്കിയതും എന്നെ കൊണ്ടാണ്. ബി നൂറിൽ ഹക്കി, സത്യത്തിൻ്റെ പ്രകാശം കൊണ്ടും, വൽ അഖ്ലാഖി, നല്ല സ്വഭാവത്തിൻ്റെ പ്രകാശം കൊണ്ടും, സത്യത്തിൻ്റെ പ്രകാശം കൊണ്ടും ഈ ലോകത്തെ പ്രകാശപൂരിതമാക്കിയത് എന്നെ കൊണ്ടാണ്. അന ലുഖത്തുല്ലാദി, ഞാൻ മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. അന ഉൻവാനുൽ ഇസ്സി വൽ അംജാദി, ഞാൻ എല്ലാവിധ അന്തസ്സുകളും അഭിമാനങ്ങളും എന്നിൽ ഉൾക്കൊണ്ട ഭാഷ കൂടിയാണ്. ബി അസത്തി ഷുഊബ് വൽ ഉമൂം, ബി, എന്നെ കൊണ്ട് അസത്തി ഷുഊബ് വൽ ഉമം, സമുദായങ്ങളും ഗോത്രങ്ങളും എന്നെ കൊണ്ട് വലിയ രീതിയിൽ മഹത്വമുണ്ടായി. ബി, എന്നെ കൊണ്ട് ഹാസത്തി ദുറ, ഉന്നതി കെട്ടിപ്പടുത്ത്, അല്ലെങ്കിൽ ഉന്നതിയിലേക്ക്, ഹാസ എന്ന് പറഞ്ഞാൽ നേടുക, നമ്മൾക്ക് ലഭിക്കുക. ഹാസത്തി ദുറ, ഉന്നതി ലഭിച്ചതും എന്നെ കൊണ്ടാണ്. വബി നാലത്തിൽ ഉല, എന്നെ കൊണ്ട് മഹങ്കരമായ, വളരെ വലിയ, ഉല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ ലഭിച്ചതും നേടിയതും എന്നെ കൊണ്ടാണ്. ബി, എന്നെ കൊണ്ട് സയ്യദു അൽ ഹുസൂന, കോട്ടകൾ ശക്തിപ്പെട്ടതും എന്നെ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശക്തിപ്പെട്ട, എന്തിൻ്റെ കോട്ട? അൽ ഇൽമി, വിജ്ഞാനത്തിൻ്റെ കോട്ട ശക്തിപ്പെട്ടതും ഞാനെന്ന ഭാഷ കൊണ്ടാണ്. വൽ ഫിക്കര്, ചിന്തയുടെ കോട്ട ശക്തിപ്പെട്ടതും എന്നെ കൊണ്ടാണ്. വൽ ഫന്ന് എന്ന് പറഞ്ഞാൽ ആർട്ട്, കലയുടെ കോട്ടയും ശക്തിപ്പെട്ടത് എന്നെ കൊണ്ടാണ്. ബി, എന്നെ കൊണ്ട്
അൻഷഉ ദുവറൽ ഹികമി ഫി ഷർഖി വൽ ഗർബ്. ഷർക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം, ഗർബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗം, ലോകത്തിൻ്റെ മുഴുവൻ ഭാഗമെന്നും അർത്ഥം വരും. ബി എന്നെക്കൊണ്ട് അൻഷഉ ദുവറൽ ഹികമി പിന്നെ ഹിക്മത്ത് വിജ്ഞാനത്തിൻ്റെ എല്ലാവിധ മേഖലകളും ഏതു മുതൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള മുഴുവൻ മേഖലകളിലും എന്നെക്കൊണ്ടാണ് വിജ്ഞാനം പിന്നെ ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടത്. ബി അല്ലഫ അഫ്ദാദു ഷെരി വൽ ആദാബ്. ബി എന്നെക്കൊണ്ട് അല്ലഫ രചിച്ചു അഫ്ദാദു ഷെരി കവിതകളും വൽ ആദാബി പിന്നെ ആദാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ എന്താ പറയുക, ആദാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ കലകൾ, സാഹിത്യങ്ങൾ എന്നൊക്കെ പറയും. സാഹിത്യങ്ങളും കവിതകളും രചിക്കപ്പെട്ടതും എന്നെ കൊണ്ടാണ്. അഫ്ദാദ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വിരിഞ്ഞു വന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്നത് എന്നെ കൊണ്ടാണ്. അങ്ങനെ ഈ കവിത ഇവിടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അന ലോകത്തുല്ലോതി, ഞാൻ ലോദിൻ്റെ ഭാഷയാണ്. അന ഒനുമാൻ അൽ ഇസ്സി വൽ അംജാദ്, ഞാൻ മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. യഅ്സു ഇലയ്യൽ ബാഹിസൂന അസോലത്തൻ വസദോറത്തൻ. യഅ്സു ഇലയ്യ അൽ ബാഹിസൂന. ബാഹിസൂൻ എന്ന് പറഞ്ഞാൽ അന്വേഷകർ, റിസർച്ചേഴ്സ്. അന്വേഷിക്കുന്നവരെല്ലാം എന്നിലേക്ക് വരുന്നു. ആ സോലത്തിന് അതിൻ്റെ അടിസ്ഥാനം തിരഞ്ഞുകൊണ്ട് സ്വദാറത്തിന് തുടക്കമായിട്ടും. അപ്പോൾ തുടക്കത്തിൽ എന്തെല്ലാം സാധനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഒരു വിദ്യാർത്ഥിക്ക് സംബന്ധിച്ച്, ആ വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ അറബി ഭാഷയിൽ നിന്നും ലഭിക്കും. ആ സോലത്തിന് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട വിവരവും അറബി ഭാഷയിൽ നിന്ന് ലഭിക്കും. എന്തുകൊണ്ടാണ് യഅദ്ദൂനനി, എന്നെ പരിഗണിക്കുന്നത് അസുലൽ ലുഗാത്തിസാം, സെമിറ്റിക് ഭാഷയുടെ അടിസ്ഥാനം എന്നിലൂടെയാണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് ആ പിന്നെ വിചക്ഷകരായ ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടി അന്വേഷിക്കുന്ന ആളുകളെല്ലാം എന്നെ തേടിയെത്തുന്നതിന് വേറൊരു കാരണം, ഞാൻ യഅദ്ദൂനനി, എന്നെ പരിഗണിക്കുന്നത് അസുല അടിസ്ഥാനപരമായിട്ട് ലുഗാത്തിസാം, സെമിറ്റിക് ഭാഷയുടെ അടിസ്ഥാനം ഞാനാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പഴക്കം ചെല്ലുന്ന ഭാഷകൾക്ക് പറയുന്ന പേരാണ് സെമിറ്റിക് ഭാഷകൾ. സാം, ഹാം, യാഫീസ് എന്നുള്ള നൂഹ് നബിയുടെ 3 മക്കളിൽപ്പെട്ട ഒരാളാണ് സാം എന്നുള്ളത്. ഇവരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഭാഷയാണ് ഇത് ഈ ഒരു സെമിറ്റിക് ഭാഷ എന്നുള്ളത്. ഏറ്റവും ലോകത്ത് നിലനിൽക്കുന്ന പഴയ ഭാഷയിൽപ്പെട്ട പ്രത്യേകപരമായ ബഹുമാനമുള്ള ഭാഷ കൂടിയാണ് അറബി ഭാഷ. അതുകൊണ്ടാണ് ഈ സാം എന്നുള്ള പ്രയോഗം വരുന്നത്. ബൽ യുസ്ബിത്തൂന ലീ അൽ അസോലത്ത ഫി ലുഗാത്തി ജമീഇഹ. ബൽ, അങ്ങനെ മാത്രമല്ല, യുസ്ബിത്തൂന, ഞാൻ സ്ഥിരപ്പെടുന്നു, ലി, എൻ്റെ സ്ഥിരമായി നിൽക്കുന്നത്, അൽ അസോലത്ത്, അടിസ്ഥാനപരമായി ഞാൻ സ്ഥിരമായി നിൽക്കുന്നതാണ്, ഫി ലുഗാത്തി ജമീഇഹ, എല്ലാ ഭാഷയുടെയും അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഭാഷ അറബി ഭാഷയാണ്. മഹാമായക്കുൻ, എന്താവട്ടെ, അന്നി അന ലുഗത്തുല്ലത്തി ഷറുഫത്ത് ബിയൽ ഹുറൂഫ വ തശറഫത്തിൽ അൽ അസ്വാത്ത്. അന്നി, തീർച്ചയായും ഞാൻ, അന ലുഗത്തുൽ, ഞാനൊരു ഭാഷയാണ്, നിങ്ങളുടെ ഭാഷ, അല്ലത്തി, എങ്ങനെയാണ് എൻ്റെ പ്രത്യേകത, ഷറുഫത്ത്, അത് മഹത്വവൽക്കരിച്ചു, ബിയൽ ഹുറൂഫു, എന്നെക്കൊണ്ട് ഹർഫുകളെല്ലാം ചേർത്തുകൊണ്ട് വെച്ചാൽ ഞാനത് മഹത്തരമായി, വതശറഫത്തിൽ അസ്വാത്തു, ഈ ഭാഷയുടെ ശബ്ദം കൊണ്ടും ഞാൻ ഏറ്റവും ബഹുമാനപ്പെട്ട, തശറഫ എന്ന് പറഞ്ഞാൽ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു ഭാഷ കൂടിയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ സംസാരങ്ങൾ, അറബി ഭാഷയുടെ സംസാര ശൈലികളെല്ലാം ഏറ്റവും മഹോന്നതമായ രീതിയിൽ ഉള്ള ഒരു ഭാഷയുടെ പ്രത്യേകത കൂടിയാണ്. വഹലാബി അൽ ഉസ്ലൂബ് വബി ദഖത്തിൽ കലിമാത്ത്. വഹലാബി അൽ ഉസ്ലൂബ്, ഉസ്ലൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതികൾ, ശൈലികൾ. ഹലാബിയൽ ഉസ്ലൂബ്, അതിൻ്റെ ശൈലികളെല്ലാം ഏറ്റവും നല്ല മധുരമായ രീതിയിലുള്ളതാണ്. വബി റഖത്തിൽ കലിമാത്തു, കലിമത്തുകളെല്ലാം അടുക്കി വെച്ചത് എന്നെക്കൊണ്ട് ഭംഗിയായ രീതിയിലാണ് അറബി ഭാഷയുടെ കലിമത്തുകളെല്ലാം അടുക്കി വെച്ചത്. അന ലുഗത്തുല്ലാദി, ഞാൻ ലോദിൻ്റെ ഭാഷയാണ്. അന ഒനുവാനുൽ ഇസ്സി വൽ അംജാദ്, മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകവും തലക്കെട്ടും എല്ലാത്തിനെയും ഹെഡ് ലൈനും കൂടിയാണ് ഞാൻ എന്നുള്ള ഭാഷയുടെ പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിന് ബാക്കി എടുക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.